പെറ്റി കിടക്കുന്ന പെണ്ണിന്റെ അടുത്ത് നിനക്ക് എന്താ പണി? തുറക്കണ വാതില്. പിന്നെ അവൾക്ക് കുളിക്കണ്ടേ? ഇത് പ്രസവ കൂലിയാണ്. എണ്ണയും മഞ്ഞൊക്കെ നിർത്തുന്ന രണ്ടാളും കുറെ നേരായത് തുടങ്ങിയിട്ട്. മനുഷ്യർക്ക് എന്റെ കയ്യിലിരിപ്പോണ്ട് എന്നെ എന്റെ മകൾ അവിടെ ഇറങ്ങി വന്നത്. അവിടെ തന്നെ ഇരുന്നെങ്കിൽ എന്റെ മകൾക്ക് വല്ല മാനസം. എന്താ അത് ഇത്ര നേരായിട്ട് ഈ പെണ്ണിന്റെ കൂലി കഴിഞ്ഞിട്ടില്ലേ? ഇതെങ്ങനെയാ? കുട്ടി ഉറങ്ങുമ്പോ വേഗം വേഗം ചെയ്യില്ലാലോ. മകളും കണക്കാ, തള്ളയും കണക്കാ. ഇല്ലടി ഇല്ലടി, ഓ ഓ ഓ ഓ ഓ ഇല്ലടി ഇല്ലടി, ആ ഓ വാ ഓ ഓ കരയണ്ട കരയണ്ട, ഓ എന്താ. എടി ജസീന, കഴിഞ്ഞില്ല നിന്റെ തേവാരം. അങ്ങനെ ഒരു കിഴഞ്ഞു കുത്തിക്കൊണ്ടൊരു സാധനം. കുട്ടി ഇങ്ങനെ കടന്ന് കരയണ് കേട്ടാലും ഒരു ചൊടിയും ചോർക്കൂലാത്തൊരു പെണ്ണ്. ഇല്ല ഇല്ല, ഓ ഓ ഓ ഓ ഓ ഓ പെണ്ണ് അടിച്ചൂലമ്മ. ഇല്ല, നല്ല ഉറക്കവാ. നീ ഈ വീട്ടത്തെ കുളിമുറി തന്നെയല്ലേ കുളിക്കാൻ പോയത്? അല്ലാണ്ട് അപ്പുറത്തെ പറമ്പിൽ കുളം കുത്തിയിട്ട് കുളിക്കാൻ പോയതൊന്നല്ലല്ലോ. എത്ര പറഞ്ഞാലും ഒരു ഓണമില്ലാന്ന് വെച്ച് എന്താ ചെയ്യ? കല്യാണം കഴിഞ്ഞ് വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി അഞ്ചിന്റെ പൈസക്ക് വെളിവില്ലാന്ന്. എന്നാ ഒരു കുട്ടി ആയാലെങ്കിലും കുറച്ച് വെളിവും വെള്ളിയാച്ചും വരും വിചാരിച്ചപ്പോ അതും ഇല്ല. എവിടെ? അതിന് തള്ളക്ക് വേണം. തള്ള എന്തോ പറഞ്ഞ പോലെ അരപ്പിരി പോയ കേസാണ്. പിന്നെ ഇപ്പൊ പറയണ പെണ്ണെ നോക്കി നിൽക്കണ്ട, ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന്. തൊണ്ണൂറാവാറായി, എന്നിട്ട് ആ കുട്ടീനൊന്ന് നേരം എടുക്കാനും കൂടി പെണ്ണ് പഠിച്ചിട്ടില്ല. ഓ, നീയൊക്കെ എങ്ങനെയാടി ഒന്നിനെ പറ്റത്? എന്താണ് ഇവിടെ കുറെ നേരമായാലും ഇത് തുടങ്ങിയിട്ട്? അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ നോക്കണു ഇങ്ങട്. നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? ഞാൻ എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നത്? അതിന് മാത്രം ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഈ കുട്ടി ഇങ്ങനെ ഇവിടെ കടന്ന് കരയുമ്പോഴാണ് നിങ്ങളുടെ മകളുടെ ഒരു വിശാലമായ കുളി. ഒരു കുട്ടിയായാലെങ്കിൽ ഇത്തിരി ചോടി വേണ്ട പെണ്ണുങ്ങൾക്ക്. അത് നന്നായി. പിന്നെ അവൾക്ക് കുളിക്കണ്ടേ? ഇത് പ്രസവ കുളിയാണ്. അത് എടുപിടിയൊന്നും കഴിയില്ല. എണ്ണയും മഞ്ഞൊക്കെ തേച്ചിട്ട് വേണം കുളിക്കാന്. അപ്പൊ കുറച്ച് സമയമൊക്കെ എടുക്കും. ഓ, ഞാൻ കാണാത്തൊന്നല്ലേ ഈ പ്രസവക്കുളി. എന്നാലും ഇങ്ങനെ ഒരു കുളി ഉണ്ടോ? 1 മണിക്കൂറായി ആ കുട്ടി കടന്ന് കരയുന്നു. അപ്പൊ നിങ്ങക്ക് ഇത്തിരി എടുത്തുകൂടാ കുട്ടീനെ? നിങ്ങക്ക് ഇപ്പോൾ വേറെ എന്താ പണി? എന്റെ മകളുടെയും കുറ്റവും കുറവും കണ്ടുപിടിച്ച് നടക്കല്ലേ നിങ്ങക്ക് പണി? ഒരു ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണത്? ഞാൻ പോവില്ല. ഞാനേ ഇവിടെ തന്നെ നിൽക്കും. ഇതേ എന്റെ മകൻ വാടക കൊടുക്കണ വീടാ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അല്ല, ഞാനിവിടെ ഉണ്ടാവുമ്പോഴേ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താ ഇവിടെ? നിങ്ങക്ക് പോയിക്കൂടെ? ആഹാ, നല്ല കോലമായിന്ന. ഞാനിവിടുന്ന് പോയാ കാണാ രസം. ഓ, പിന്നെ നിങ്ങൾ ഇവിടെ മല മറക്കിയല്ലേ? ഞാൻ മലയൊന്നും മറക്കണില്ല, സമ്മതിച്ചു. നിങ്ങൾ ഇവിടെ എന്താ മറക്കണത്? നിങ്ങൾ ഒരൊറ്റ ഒരുത്തി കാരണമാണ് എന്റെ മകൾക്ക് ഇങ്ങനെ ഈ വാടക വീട്ടിൽ വന്ന് പെറ്റി കിടക്കേണ്ട അവസ്ഥ വന്നത്. എന്റെ മകൾക്ക് അവിടെ തൊയരമ്പായണ ഒരു സാധനം കൊടുക്കാണ്ട് അതിന് അവിടെ അങ്ങോട്ട് ആട്ടി പുറത്താക്കി. എന്നിട്ട് ഒരു വാടക വീട് എടുത്തപ്പോഴോ അവിടെയും വന്നതിനെ ദ്രോഹിക്കുക. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഇതൊക്കെ കേട്ടിട്ട് ഇരിക്കണില്ല അവള്. നിന്റെ തളേന്റെ വായിലിരിക്കുന്നത് കേൾക്കാനാടി നിന്റെ കെട്ടിയവൻ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അതിനാരെ നിങ്ങളെ വിളിച്ചു വരുത്തിയത്? പൊക്കൂടെ? നിങ്ങൾ ആരും ഇവിടെ പിടിച്ചു കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, വെറുതെ എന്റെ മകളിനെ തൊയിരം കെടുത്താൻ വേണ്ടിയിട്ട്. ഷോ, ഒന്ന് നിർത്തുമ്പോ മതി. പറയട്രീ, അവര് പറയട്ടെ. ഇതൊക്കെ കേട്ടിട്ട് നീ ഇങ്ങനെ സുഖിച്ചിരിക്കല്ലേ? എന്നിട്ട് നിറ്റൊന്നാഞ്ഞ് അവളുടെ ഒരു അഭിനയം. വരട്ടടി, എന്റെ മകനും കൂടി വരട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കട്ട്. നിന്റെ തളനെ എന്റെ മകനെന്നെ ഇവിടെ നാട്ടി പുറത്താക്കിക്കോളും. ആരിനെ ആട്ടി പുറത്താക്കാന്ന് നമുക്ക് കാണാം. ഞാനിവിടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് അവൻ പണിക്ക് പോണത് തന്നെ. അതെ, എന്റെ മകനാ, നിങ്ങളുടെ മകനല്ല. ഓ, നിങ്ങളുടെ മകന്റെ എല്ലാം നിർത്തുണ്ട രണ്ടാളും. കുറെ നേരായത് തുടങ്ങിയിട്ട്. മനുഷ്യനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കുട്ടി ഉറങ്ങാത്തോണ്ട് രാത്രി ആണെങ്കിൽ മനുഷ്യനിക്ക് ഉറക്കൂല. എന്നാ പിന്നെ പകല് കുറച്ചു നേരം കടന്നുറങ്ങാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. നേരെ വെളുത്താ തുടങ്ങും രണ്ടും കൂടി കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കൊലബില്ല കൊലബില്ല പറഞ്ഞിട്ട് ഉയരം പറയുന്നതില്ല. കുട്ടീനെ ഉറക്കില്ല, എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇങ്ങനെയുണ്ടോ രണ്ട് തള്ളമാര്? ഞാൻ പെറ്റി കിടക്കണ ഒരു പെണ്ണാന്നുള്ള ബോധമില്ല രണ്ടിനും. ഇത് വരിക മനുഷ്യനിക്ക്. നോക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടു ഇവിടുന്ന് പോക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. കത്തുന്നില്ല. ചോറായില്ലേ? ആവണു. എന്താ അത്? സമയം 10-11 മണിയായിരുന്നിട്ട് ചോറായിട്ടില്ല. നീ പെറ്റി കിടക്കണ പെണ്ണിനെ രാവിലെ നേരം വയറ് നിറച്ചും ചോറാണ് കൊടുക്കേണ്ടത്. എന്നാലാണ് പാലൊക്കെ ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ ഒറ്റയ്ക്ക് ഈ കണ്ട പണികളൊക്കെ ചെയ്യണത്. കുട്ടീന്റെ കാര്യങ്ങൾ നോക്കണം, പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഈ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്യണം. ഇതിപ്പോ സഹായിക്കേണ്ട മനുഷ്യനിക്ക്. അങ്ങനെ തന്നെ. പിന്നെ അല്ലാണ്ട് വേറും പ്രസവമൊക്കെ നോക്കണത് പെണ്ണിന്റെ വീട്ടുകാരെന്നെ. നിങ്ങക്ക് വയ്യെങ്കിൽ ഒരാളിനെ വെക്കി. എവിടെ അതിനും ഗതിയില്ല.
എന്നിട്ട് കാട്ടിക്കൂട്ടലും മട്ടും പാവും പറച്ചലും എല്ലാം കൂടി കണ്ടാലോ വലിയ കൊമ്പത്തെ ആൾക്കാരാന്നാ വയ്യ. ആ പിന്നെ ആരാ പറഞ്ഞ ഞങ്ങക്ക് ഗതിയൊന്നും ഇല്ലാന്ന്? എന്റെ മകളെ ഞാൻ തന്നെ നോക്കിക്കോളാം. എനിക്കൊന്ന് ഉറങ്ങണം. കുറച്ച് സമാധാനം തരുവോ? മനുഷ്യനിട്ട് പഴി എടുക്കുക തന്നെ രണ്ടും കൂടിയിട്ട്. അബേ ഇത് എന്തൊരു തള്ളയാടാപ്പാ. വെറുതെ അല്ല തളന്റെ രണ്ടു മക്കളും വാടകയ്ക്ക് പോയത്. ഇതൊക്കെയല്ലേ കയ്യിലിരിക്കും. ഓ അപ്പൊ വെറുതെ എല്ലാ കുട്ടി ഇങ്ങനെ രാത്രി നെളിഞ്ഞിട്ടും നിരങ്ങിട്ടൊക്കെ കരയണത്. ഇതല്ല കോലം. എന്തു കോലം? ചെറിയ കുട്ടികളുടെ തുണികൾ തിരുമ്പുമ്പോഴേ അതിങ്ങനെ അമർത്തി അമർത്തി നെക്കി പിഴിയാനൊന്നും പറ്റില്ല. അതിങ്ങനെ മെല്ലെ ഒതുക്കി ഒതുക്കിയിട്ട് വേണം പിഴിയാന്. എവിടെ ഒരു തേങ്ങ അറിയില്ല. എന്നിട്ട് മട്ടും പാവും കണ്ടാലോ ഈ ലോകം മൊത്തം മരക്കി കലക്കി കുടിച്ച പോലെയാണ്. ഞാൻ അതിനിത് അമർത്തി പിഴിയണൊന്നും ഇല്ല. എനിക്കും ഇതൊക്കെ അറിയാം. അതെനിക്ക് മനസ്സിലായി. അല്ല നിങ്ങൾ എന്താ കുടിക്കണ്? പാല്. ഒരു ഗ്ലാസ് പാല് അവിടെ ഇരിക്കുന്നു, ഞാനെടുത്ത് കുടിച്ചു. അതാ ഒരു കഷ്ടാത്. ആ പെണ്ണിന് കൊടുക്കാൻ വേണ്ടി ചൂടാക്കി വെച്ച പാലാടേ, അത് നിങ്ങളെടുത്ത് കുടിച്ചോ? റബ്ബേ നിങ്ങളെയും കൂട്ടി ഞാന് അതിപ്പോ എനിക്കറിയോ? അറിയില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. അല്ലെങ്കിൽ തീറ്റ സുഖത്തിന് വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടി കിടക്കുന്നത്? സ്വന്തം വീട്ടിലാണെങ്കിൽ സ്വന്തമായിട്ട് വലുതും വെച്ചുണ്ടാക്കണ്ടേ? ഇവിടെയാണെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഓസിങ്ങനെ വെട്ടി വിഴുങ്ങാലോ. ഞാൻ വെട്ടി വിഴുകും. ഓസിക്ക് എന്നെ വെട്ടി വിഴുകും. നിങ്ങൾക്കൂടെ പറ്റില്ലെങ്കിലേ നിങ്ങൾ പൊക്കോ. ഞാൻ എന്തായാലും പോവില്ല. ഇതേ എന്റെ മകൻ ഇരിക്കുന്ന വീടാ. നിങ്ങളുടെ അടുത്ത് വാചകം അടിക്കാനേ തൽക്കാലം എനിക്ക് സമയമില്ല. എനിക്ക് പണികളുണ്ട്. നിങ്ങളെ പോലെ ഇങ്ങനെ തേരാപ്പാര അങ്ങോട്ട് കൂടി നടന്നിട്ട് കണ്ടവരുടെ അടുത്തൊക്കെ പരദൂഷണം പറയല്ലേ എനിക്ക് പണി. എനിക്ക് ആ കുട്ടി എനിക്കുമ്പോ ഈ വീട്ടിലത്തെ പണികൾ ഇരിക്കണം. ആ കുട്ടി ഉറങ്ങിയില്ലേ? പിന്നെന്തിനായിരുന്നു ഇങ്ങനെ കൂടെ കടത്തി ഉറക്കണ്? അത് ഉറങ്ങി അതിനെ അങ്ങോട്ട് തൊട്ടി കടത്തിക്കൂടെ? ഏത് നേരം ഈ കുട്ടീനെ ഇങ്ങനെ ചേർത്ത് ചൂടും തട്ടിച്ചിട്ട് ഇങ്ങനെ കടത്തിയാലേ പിന്നെ നിന്നെ ഒരു പണി പറയണത് അത് ചെയ്യാൻ സമ്മതിക്കില്ല. നീ ഒന്ന് അങ്ങോട്ടും കൂടെ അനങ്ങിയാൽ മതി. അപ്പൊ അത് കടന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ ഓരോരോ വേണ്ടാത്ത ശീലങ്ങള്. ആ കുട്ടീനെ അടുത്ത് ആ തൊട്ടി കടത്ത്. ഇതൊക്കെ തിരുമ്പി ഉണക്കിയിട്ട തുണികളല്ലേ? എന്നാ പിന്നെ ആക്കൊന്ന് മടക്കി വെക്കട്ടെ. അയ്യേ ഇത് കുട്ടീന്റെ തുണിയല്ലടി. നോക്ക്, ഇത് തപ്പിക്കാരെ ഒന്നും പോയിട്ടില്ല. ഇതിന്റെ മുമ്പ് എന്ത് തിരുമ്പലായിട്ട് തിരുമ്പണത്? അല്ലെങ്കിൽ അവർക്ക് ഒരു പണി നേരാമണം ചെയ്യാൻ അറിയില്ല. വെറും വാചകടി തന്നെ ഉള്ളൂ. കുട്ടി ഉറങ്ങിയമാനെ? എന്നാ വഹമ്മ ചോറ് തരാം. ഞാനെന്തായാലും ഈ കുട്ടീന്റെ തുണികളൊക്കെ ഒന്നും കൂടി കൊണ്ട് തിരുമ്പിയിട്ട് വരാം. എന്തിന്? അതൊക്കെ ഞാൻ തിരുമ്പി ഉണക്കി വെച്ചതാണല്ലോ. നിങ്ങൾ തിരുമ്പിന്റെ പവറൊക്കെ ഞാൻ കണ്ടു. നോക്ക്, ഈ തുണിയൊക്കെ അങ്ങനെ മഞ്ഞ കളറ്. തുണിയത്തെ കറിയും ചാളിയും ഒന്നും പോയിട്ടില്ല. എവിടെ നോക്കട്ടെ? ദാ നോക്ക്, മണവും പോയിട്ടില്ല. നിങ്ങക്ക് എന്താ വല്ല മഞ്ഞപ്പിത്തും ഉണ്ടോ? അതിലിപ്പോ ഒരു ചളിയില്ല, ഒരു കറിയും ഇല്ല. നിങ്ങൾ അതവിടെ മടക്കി വെക്കിൻ. വേണ്ടെങ്കിൽ വേണ്ട. കുട്ടിക്ക് ഈ വൃത്തി വെടുപ്പില്ലാത്ത തുണി തന്നെ വെച്ച് കൊടുത്തോളി. എനിക്കെന്താണ്? ലാസ്റ്റ് കുട്ടിക്ക് വല്ല ഇൻഫെക്ഷനോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇതന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ചോറിങ്ങ എന്തെങ്കിലും വാമാനെ അതിന്റെ ഒരു ഇൻഫെക്ഷൻ. ഇങ്ങനില്ല ഒരു ഉണ്ണിമാവളും അത്രയ്ക്ക് വൃത്തിയും വെടുപ്പുള്ളത്. എനിക്കിപ്പോ എന്താണ്? വേണം ഞാൻ മടക്കി വെക്കട്ടെ. എനിക്കിപ്പോ തന്നെ പണി. പിന്നെ ഉറങ്ങിയോ? പകലിങ്ങനെ വെറുതെ കടത്തിയാലും ഉറങ്ങിക്കോളും പോലെ. രാത്രിയാണെങ്കിലോ ഉറങ്ങൂല്ല, എന്നാ കരയും ചെയ്യും. മനുഷ്യന്മാരൊരു പോളെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില കുട്ടികളെ പകലന്നെയായിരിക്കും കടന്നുറങ്ങുക. അപ്പൊ കുട്ടികൾ ഉറങ്ങുമ്പോ നമ്മൾ വേഗം പണിയൊക്കെ ഒരുക്കിയിട്ട് പകല് നമ്മളും കുറച്ചേരം കടന്നുറങ്ങുക തന്നെ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യുക? ചെറിയ കുട്ടികളാകുമ്പോഴേ കരച്ചിലും ഉറക്കൊഴിക്കലൊക്കെ ഉണ്ടാവും. അതൊക്കെ പതിവ് തന്നെ.
ഓ പിന്നെ എന്നാലും ഇങ്ങനെ ഉണ്ടാ കുട്ടികൾ ഒരു കരച്ചില്. ഇതിപ്പോ പകൽ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലൊക്കെ കണക്കന്നെ. രാത്രി എന്തായാലും അവള് കരയും. ഇത് അതൊന്നുമല്ല. ഇത് അവളെന്താ ഫോണില് എന്താണ് സ്റ്റാറ്റസാ എന്തൊക്കെയോ ഇടുണ്ട് തോന്നുന്നു. അതാണ് കുട്ടി ഇങ്ങനെ രാത്രി കരയണത്. പിന്നെ അവളൊന്നും ഫോണില് ഒന്നും ഇടുന്നില്ല. ആരാ പറഞ്ഞത്? എന്റെ മൂത്തോളുടെ മകളുടെ ഫോണില് കണ്ടുന്ന് അവള് പറഞ്ഞല്ലോ. ദിവസം ഇടുന്നുണ്ട് ഇത്ര കുട്ടീന്റെ ഫോട്ടോ. ഇത്ര ചെറിയ കുട്ടീന്റെ ഫോട്ടോ ഒക്കെ ആരെങ്കിലും ഫോണിൽ ഇങ്ങനെ ഇടുവോ? പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളൊന്നും പറഞ്ഞാ എടുക്കില്ലല്ലോ. നമ്മള് പറഞ്ഞാൽ കേൾക്കട മുതലാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഈ വാടക വീട്ടിൽ വന്ന് ഇരിക്കില്ലല്ലോ. ഇനി എന്റെ മോനെ തമ്മിൽ തെറ്റിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ലേ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞു അവിടേക്കൊന്നും എത്തണ്ട. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ എന്റെ മകൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അവിടെ തന്നെ ഇരുന്നെങ്കിൽ എന്റെ മകൾക്ക് വല്ല മാനസികമായല്ലേ. നിങ്ങളുടെ മൂത്ത മകനും മരുമകളെ ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ? ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതല്ലേ അത് രണ്ടും കൂടിയിട്ട്. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും അവിടെ ആർക്കാ കുഴപ്പമുണ്ടായിരുന്നു എന്നൊക്കെ. ഇല്ലടി ഇല്ലടി. ഉമ്മ കുട്ടീനെ തൊട്ടിക്കൊണ്ട് കിടത്താട്ടാ. ഇല്ല ഇല്ല. ഇല്ലടി ഇല്ലടി. കാര്യം പറഞ്ഞപ്പോ അവരെ വായടഞ്ഞു. വല്ലാത്ത സാധനം തന്നെ. പൊന്നോ ബാബുജിന്റെ സത്ത് എവിടെ? ഇക്ക വന്നോ? പെണ്ണ ഉറങ്ങിക്ക? ഉറങ്ങിയാ? ഇക്ക നിങ്ങളൊന്ന് വാലടക്കി. എന്താടി? നിങ്ങളൊന്ന് അടക്കി. എന്താണ്? എന്താന്നോ? എന്തൊക്കെ നിങ്ങളുടെ ഉമ്മാന്റെ ഉദ്ദേശം? വാടക വീട്ടിലും എനിക്ക് സ്വസ്ഥത തരാണ്ടിരിക്കാൻ തന്നെയാണോ അവരും കൂടി കെട്ടി എഴുന്നള്ളിയത്? മനുഷ്യനിക്ക് മദ്യം കോതി ആവണ്ടിക്ക. രാത്രി ആണെങ്കിൽ കുട്ടീന്റെ കരച്ചില് കാരണം മനുഷ്യനിക്ക് ഉറക്കൂല്ല. ആകെ തലയ്ക്ക് ഭ്രാന്ത് എടുത്തിട്ട് ഇരിക്കുക. എന്നാ പിന്നെ പകല് കുറച്ചു നേരം സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാന്ന് വെച്ചാലോ അതിനും നിങ്ങളുടെ ഉമ്മ സമ്മതിക്കില്ല. വെറുതെ അങ്ങനെ മനുഷ്യനെ ചൊറിഞ്ഞോണ്ടിരിക്കും. ഞാൻ എന്താടി ചെയ്യ? ഞാൻ വിളിച്ചു വരുത്തിയൊന്നല്ലല്ലോ, അവര് തന്നെ വന്നതല്ലേ. അവര് പറയണതേ ഇക്കയാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നാ. എന്റെ ഇക്ക ഞാൻ എന്റെ ഉമ്മ എന്ത് ചെയ്താലും അവർക്ക് കുറ്റം മാത്രമേ പറയാനുള്ളൂ. ഇന്ന് അവരൊട്ട് ചെയ്യോ? അതും ഇല്ല. ചെയ്യണവരിനെ അത് നേരമണം ചെയ്യാനും സമ്മതിക്കില്ല, അവരും ചെയ്യില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ ഇക്ക. എന്റെ ഇക്ക അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ അടക്കം എന്റെ ഉമ്മാനെയും കുറിച്ചിട്ട് കുറ്റം പറഞ്ഞോട് നടത്തുന്നത് എന്തൊക്കെ ഇങ്ങനെ സഹിക്കുന്നതിന് ഒരു പരിധിയില്ല ഇക്ക. ഈ പറയണവർക്ക് ബോധമില്ലെങ്കിലും കേൾക്കണവർക്ക് ബോധം ഉണ്ടാവില്ലേ? സ്വന്തം മരുമകളെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരെന്താ വിചാരിക്കുക? ഉമ്മാനിങ്ങോട്ട് ഞാൻ തോറ്റു. ഇവർക്ക് ഇത് എന്തിന്റെ കേടാണാവോ? പോവാൻ പറഞ്ഞാലും പോവില്ല. എങ്ങനെങ്കിലും ഒന്ന് ഇവിടുന്ന് വിട്ടാക്കാന്ന് വിചാരിച്ചാലോ അവരവിടെ പോയിട്ട് ഫൈസലിന്റെ ഭാര്യ കൂടി അവനിവിടുന്ന് ആട്ടി പുറത്താക്കിയെന്നായിരിക്കും പറഞ്ഞു നടക്കുക. നീ എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയാ? അവരെന്തെങ്കിലും പറഞ്ഞാലേ നീയും ഒപ്പത്തിനൊപ്പം തിരിച്ചു പറഞ്ഞ അപ്പൊ മനസ്സ് മുട്ടിയിട്ട് അവര് തന്നെ പൊക്കോളും. മനസ്സ് മുട്ടിയിട്ടേ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വരും, അല്ലാണ്ട് അവരിവിടുന്ന് പോവില്ലേ. ചെക്കൻ വന്നില്ലേ? ചെക്കന്റെ ശബ്ദം ഞാൻ കേട്ടതാണല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറി വാലടച്ചു. ഇങ്ങനെ ഒരു പെൺകോന്തൻ. ഡാ ഫൈസലേ വാ തുറക്ക്. പെറ്റി കിടക്കണ പെണ്ണിന്റെ അടുത്ത് നിനക്ക് എന്താ പണി? തുറക്കണ വാതില്. എന്തുമ്മ? എന്റെ അമ്മ എന്താ നിനക്ക് നാണു മാനൊന്നും ഇല്ലേ? പെറ്റി കിടക്കണ പെണ്ണിന്റെ റൂമിൽ നിനക്ക് എന്താ കാര്യം? കുട്ടിയാണെങ്കിൽ ഉറങ്ങുക, വാതിൽ അടച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഒരു അടയിരിക്കുന്നു. എന്തോമ്മ നിങ്ങൾക്ക്? അവിടെ എന്റെ ഭാര്യയില്ലേ? എനിക്ക് അവളുടെ അടുത്ത് ഒന്നും മിണ്ടാനും സംസാരിക്കാനും പറ്റില്ലേ? പറ്റില്ല. അതൊക്കെ 5-6 മാസം കഴിഞ്ഞിട്ട്. ഇപ്പോഴേ വാതിൽ അടച്ചിട്ടുള്ള മിണ്ടലും പിടിക്കലും ഒന്നും വേണ്ട. എന്താണ് ഇവിടെ? എന്താ മാനെ? അവര് ഭാര്യയും ഭർത്താവല്ലേ, ഇത്തിരി മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നോട്ടെ. അതിന് നിങ്ങക്ക് എന്താണ്? പെറ്റി കിടക്കുക എന്നുള്ള ബോധമൊക്കെ അവർക്ക് രണ്ടാൾക്കും ഉണ്ട്. വന്നു അമ്മായിയമ്മ വക്കാലത്തും കൊണ്ട്. നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്ന നിങ്ങക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. ഇനി മേലെ നീ ഈ റൂമിൽ കയറി വാല അടച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കാണുമ്പോഴുള്ള മിണ്ടലും പിടിക്കലൊക്കെ മതി. നീ അപ്പുറത്തെ റൂമിക്ക് പോടാ. മനുഷ്യനിക്ക് അല്ല പിന്നെ 90 ആവാറായി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ റൂമിൽ കയറി വാലടച്ചൊക്കെ അവൻ നാണൂല്ലാത്ത. എന്താ ഒരു കഷ്ടം. പെറ്റ് കടക്കേണ് പറഞ്ഞിട്ട് സ്വന്തം കെട്ടിയോണ്ട് എടുത്ത് തിരുമിണ്ടാൻ പറ്റില്ല പറഞ്ഞ എവിടെങ്കിലും നടക്കണ കോലുമാണ് ഇത്. പാവം തന്നെ അത്. എനിക്കിപ്പോ അത്ര വലിയ പാവമായിട്ടൊന്നും തോന്നുന്നില്ല. തള്ള എത്ര തള്ള.